മേയറെ അറിയാമോ, ട്രവാൻഡ്രം മേയറെ അറിയാമോ, ആര്യയെ അറിയാമോ, ധീരസഖാത്തിയെ അറിയാമോ. അപ്പം ഈ മാമാട്ടിക്കുട്ടിയമ്മ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആ ശ്രീമതി ആര്യ രാജേന്ദ്രൻ അഥവാ ആര്യ സച്ചിൻ ദേവ് ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് വിമാനം കയറി അങ്ങ് അകലെ ലണ്ടൻ നഗരത്തിൽ പോയി ഇറങ്ങി. അപ്പോൾ ആര്യ രാജേന്ദ്രൻ്റെ ആ ഒരു കഴിവും പ്രാഗൽഭ്യം എന്തുമാത്രം ഉണ്ടെന്നുള്ളത് തിരുവനന്തപുരത്തുകാർക്ക് അറിയില്ലെങ്കിലും അങ്ങ് ലണ്ടനിലിരിക്കുന്ന സായിപ്പന്മാർക്ക് മനസ്സിലായി എന്ന് കരുതി ഇവരൊക്കെ അന്തം വിട്ടു. ലോകത്ത് ആർക്കും കിട്ടാത്ത അവാർഡാണ് ഈ ആര്യയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വേറെ ആർക്കും കിട്ടുകയുമില്ല. ഒരുപക്ഷെ ആര്യയെപ്പോലെ ബുദ്ധി വളർച്ച കുറഞ്ഞ ഒരാൾ മാത്രമേ ഇത് സ്വീകരിക്കുമായിരുന്നു. പിന്നെ KSRTC ബസ് ഓടിച്ചിട്ട് പിടിച്ച് തടഞ്ഞ് അതിൻ്റെ അകത്ത് കയറി ഷോ കാണിക്കുന്നത് കണ്ടു. ഇങ്ങനെ പലവിധ കലാപരിപാടികൾ കൊണ്ട് തിരുവനന്തപുരം നഗരവാസികളെ ആനന്ദസാഗരത്തിൽ ആറാടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ. ഈ ഇല്ലാത്ത പൊങ്കാലയുടെ കല്ലും കട്ടയും പറക്കി കളയാനായിട്ട് വലിയ തുകയ്ക്ക് കോൺട്രാക്ട് കൊടുക്കുന്നത് നമ്മൾ കണ്ടു. മേയറെ അറിയാമോ, ട്രവാൻഡ്രം മേയറെ അറിയാമോ, ആര്യയെ അറിയാമോ, ധീരസഖാത്തിയെ അറിയാമോ എന്ന ഒരു അവതരണ കാലത്തോട്ടാണ് സത്യത്തിൽ ഈ പരിപാടി തുടങ്ങേണ്ടത്. പക്ഷെ ഞാനങ്ങനെ ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ ഈ സമയത്ത് ആര്യയെ പരിഹസിക്കുന്നത് മനുഷ്യത്വമല്ല. ആര്യ രാജേന്ദ്രൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, വളരെ കുറഞ്ഞ പ്രായത്തിൽ തിരുവനന്തപുരം എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ മേയറായ ആളാണ്. അവർ വിവാഹം കഴിക്കുന്നതിനും കുട്ടി ഉണ്ടാകുന്നതിനും മുമ്പ് തന്നെ നഗരമാതാവായി തീർന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ആലങ്കാരികമായിട്ട് പറയാം. പിന്നീടാണ് സച്ചിൻ ദേവിനെ കണ്ടുമുട്ടിയതും പ്രണയിച്ചതും വിവാഹം കഴിച്ചതും അതിലൊരു കുട്ടി ജനിച്ചത്. അങ്ങനെ തിരുവനന്തപുരം നഗരമാണ് അവരുടെ ആദ്യത്തെ കുട്ടി. ആ നഗരമാതാവ് എന്നാണ് മേയറെ കുറിച്ച് പറയുന്നത്. അപ്പോൾ തിരുവനന്തപുരം മേയറാകുമ്പോൾ അവർക്ക് പറയത്തക്ക രാഷ്ട്രീയ പരിചയമൊന്നുമില്ല. ആൾ സയൻസ് കോളേജിൽ ഒരു വിദ്യാർത്ഥിനിയായിരുന്നു. അച്ഛൻ CPM-ൻ്റെ ഒരു എളിയ പ്രവർത്തകനാണ്. നഗരസഭയിലേക്ക് മത്സരിക്കാൻ ഒരു സീറ്റ് വന്നപ്പോൾ ഈ പെൺകുട്ടിയെ പാർട്ടി പരീക്ഷിച്ചു. പാർട്ടി മേയറാക്കാൻ വേണ്ടി നിർത്തിയ പ്രമുഖ വനിതകളെല്ലാവരും നിന്ന് തോറ്റുപോയി. പിന്നെ ഒരു പ്രമുഖ വനിത ഉണ്ടായിരുന്നവരെ മേയറാക്കാനായിട്ട് ആനാവൂർ നാഗപ്പണ്ണന് പല കാരണങ്ങളാലും താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആര്യ രാജേന്ദ്രന് മേയറാകാനുള്ള അവസരം കിട്ടിയത്. അന്ന് തന്നെ CPM-കാർ പറഞ്ഞു, ഇവർ മേയറായി കഴിഞ്ഞാൽ സംഗതി ബമ്പിച്ച വിജയമായി തീരും. നേരത്തെ VK പ്രശാന്ത് മേയറായ പോലെ ഇനി ആര്യയുടെ ഒരു കാലമാണ് വരാൻ പോകുന്നത് എന്നൊക്കെ. അങ്ങനെ ആര്യ മേയറായി കഴിഞ്ഞപ്പോൾ സംഭവിക്കാവുന്ന പോലെയൊക്കെ സംഭവിച്ചു. കോവിഡ് കാലത്ത് ഈ ഇല്ലാത്ത പൊങ്കാലയുടെ കല്ലും കട്ടയും പറക്കി കളയാനായിട്ട് വലിയ തുകയ്ക്ക് കോൺട്രാക്ട് കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അർഹരായ ഉദ്യോഗാർത്ഥികളുടെ പേര് വിവരം ശുപാർശ ചെയ്യണം എന്ന് പറഞ്ഞ് പാർട്ടി സെക്രട്ടറിക്ക് കത്ത് കൊടുക്കുന്നത് കണ്ടു. പിന്നെ KSRTC ബസ് ഓടിച്ചിട്ട് പിടിച്ച് തടഞ്ഞ് അതിൻ്റെ അകത്ത് കയറി ഷോ കാണിക്കുന്നത് കണ്ടു. ഇങ്ങനെ പലവിധ കലാപരിപാടികൾ കൊണ്ട് തിരുവനന്തപുരം നഗരവാസികളെ ആനന്ദസാഗരത്തിൽ ആറാടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ. ആര്യ ഈ കഴിഞ്ഞ ഓണത്തിന് നാത്തൂമാരുടെ കൂടെ ഡാൻസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഈ മാമാട്ടിക്കുട്ടിയമ്മ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആ ശ്രീമതി ആര്യ രാജേന്ദ്രൻ അഥവാ ആര്യ സച്ചിൻ ദേവ് ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് വിമാനം കയറി അങ്ങ് അകലെ ലണ്ടൻ നഗരത്തിൽ പോയി ഇറങ്ങി. അവിടെ ചില സംഘാടകർ ഒരുക്കിയിരുന്ന ഒരു അവാർഡും കൈപ്പറ്റി അവർ നാട്ടിലേക്ക് മടക്കയാത്ര ആരംഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടുന്ന് പോകുന്ന സമയത്താണ് ശ്രീമതി നല്ലവരായ തിരുവനന്തപുരത്തേക്ക് അറിയിക്കാൻ വേണ്ടി ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടത്. അതായത്, പ്രിയപ്പെട്ടവരെ, ലണ്ടൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഇന്ന സംഘടന, അതങ്ങനെ അധികം ആൾക്കാരൊന്നും അറിയപ്പെടുന്നൊരു സംഘടനയൊന്നുമല്ല, ആ സംഘടന സുസ്ഥിര വികസനത്തിന് ഏർപ്പെടുത്തിയ അവാർഡ് തിരുവനന്തപുരം നഗരസഭയ്ക്കാണ്. അത് കൈപ്പറ്റാൻ നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടെ അനുഗ്രഹ ആശംസകളോട്ട് ഞാൻ ലണ്ടനിലേക്ക് പോവുകയാണ്. അത് വായിച്ച തിരുവനന്തപുരത്തുകാർ ഞെട്ടിപ്പോയി. തിരുവനന്തപുരത്ത് ഇത്തരം കാലം എത്രയോ ഗംഭീരന്മാരായ ഗടാഗടിയന്മാരായിട്ടുള്ള മേയർമാരും മേയറസുകളും ഉണ്ടായിട്ടുണ്ട്. ഇവർക്ക് ആർക്കും ഇതുപോലത്തെ ഒരു അവാർഡ് കിട്ടിയിട്ടില്ല. നമ്മുടെ സിനിമാ നടൻ മധുവിൻ്റെ അച്ഛനൊക്കെ തിരുവനന്തപുരത്ത് മേയറായിരുന്നുണ്ട്. അതുപോലെ എത്രയോ ആളുകൾ ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് ആർക്കും ഇങ്ങനൊരു സംഭവം കിട്ടിയിട്ടില്ല. അപ്പോൾ ആര്യ രാജേന്ദ്രൻ്റെ ആ ഒരു കഴിവും പ്രാഗൽഭ്യം എന്തുമാത്രം ഉണ്ടെന്നുള്ളത് തിരുവനന്തപുരത്തുകാർക്ക് അറിയില്ലെങ്കിലും
അങ്ങ് ലണ്ടനിലിരിക്കുന്ന സായിപ്പന്മാർക്ക് മനസ്സിലായി എന്ന് കരുതി ഇവരൊക്കെ അന്തം വിട്ടുപോയി. എന്തിന് ഈ കൊച്ചി മേയർ അനിൽകുമാറും കോഴിക്കോട് മേയർ ബീന ഫിലിപ്പും കൊല്ലം മേയറായിരിക്കുന്ന പ്രസന്ന ഏണസ്റ്റും വരെ ഇതറിഞ്ഞ് അസൂയപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ആര്യ രാജേന്ദ്രൻ അവിടെ ചെന്നു. ഒരു അവാർഡെന്ന് വെച്ചാൽ വലിയ ട്രോഫിയൊന്നുമില്ല, എന്നാലും ഒരു സർട്ടിഫിക്കറ്റ് കൈപ്പറ്റി. അതിൽ പറഞ്ഞിട്ടുള്ള അനുസരിച്ചാണെങ്കിൽ ലോകത്തെ ഏറ്റവും മികച്ച മേയറായിട്ട് ആര്യ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതും പിറ്റേ ദിവസം ഫേസ്ബുക്ക് വഴിക്ക് ഷെയർ ചെയ്തു. സഖാക്കൾ മൊത്തം കോരിത്തരിച്ചു. ദേശാഭിമാനിയിൽ വലിയ വാർത്ത വന്നു. കൈരളി ചാനൽ ഇത് ആര്യ രാജേന്ദ്രൻ്റെ അസൂയാവഹമായ വിജയം എന്ന് പറഞ്ഞ് വലിയ സ്റ്റോറിയൊക്കെ അടിച്ചു. അങ്ങനെ സഖാക്കൾ മൊത്തം, ഈ കുട്ടി സഖാക്കളും മൂത്ത സഖാക്കളും എല്ലാവരും സാമൂഹ്യ മാധ്യമത്തിൽ തള്ളോട് തള്ളാൻ കണ്ടു. ആര്യയെ പുച്ഛിച്ചവർക്ക് കനത്ത തിരിച്ചടി എന്നൊക്കെ പറഞ്ഞു. പിന്നെയല്ലേ സംഗതി പുറത്തു വന്നു. ഇത് കടലാസിൽ മാത്രമുള്ള ഒരു സംഘടനയാണ് എന്ന് മാത്രമല്ല, ഏതോ ഗുജറാത്തികളോ സിന്ധികളോ മറ്റോ ആ ലണ്ടൻ കേന്ദ്രമാക്കി നടത്തുന്ന എന്തോ തട്ടിപ്പ് പ്രസ്ഥാനമാണ്. അവരുടെ ലോകത്താർക്കും കിട്ടാത്ത അവാർഡാണ് ഈ ആര്യയ്ക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് വേറെ ആർക്കും കിട്ടുകയുമില്ല. ഒരുപക്ഷെ ആര്യയെപ്പോലെ എന്താണ് ബുദ്ധി വളർച്ച കുറഞ്ഞ ഒരാൾ മാത്രമേ ഇത് സ്വീകരിക്കുമായിരുന്നു. കൊച്ചി മേയർ അനിൽകുമാറിന് കൊടുത്തേക്ക് പുള്ളി ഒന്നുകൂടി ആലോചിച്ചേനെ, പുള്ളി ഒന്നുകൂടി അന്വേഷിച്ചേനെ യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സംഘടനയുണ്ടോ, ഈ അവാർഡ് മേടിക്കുന്നത് അപകടമാകുമോ എന്നൊക്കെ. നമ്മുടെ സഖാബ് ശൈലജ ടീച്ചർക്ക് റമോൺ മക്സാസെ അവാർഡ് കിട്ടിയപ്പോൾ പാർട്ടി അത് മേടിക്കേണ്ടെന്ന് പറഞ്ഞു. കാരണം അത് ബൂർഷു അവാർഡാണ്. ഇവിടെ അങ്ങനെ ഒരു ആലോചന പോലും ഉണ്ടായില്ല. യു കെയിൽ ഇരിക്കുന്ന ഏതോ ആളുകൾ കടലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു സംഘടന, ആ സംഘടനയിൽ അവരുടെ ഏറ്റവും വലിയ തമാശ, ഇവരുടെ ആസ്തി എന്ന് പറയുന്നത് 10 പൗണ്ടാണ്. 10 പൗണ്ടാണ് ഈ സംഘടന മൂലധനം. അങ്ങനെയുള്ള സംഘടനയാണ് സഖാവ് ആര്യ രാജേന്ദ്രൻ എടുത്ത പോകാത്തൊരു അവാർഡ് കൊടുത്തു. സഖാവ് അവിടെ പോയത് കൈനീട്ടി വാങ്ങിയത്. ഇത് ആര്യ രാജേന്ദ്രൻ്റെ സ്വകാര്യ സമ്പാദ്യത്തിൽ നിന്നല്ല പൈസ എടുത്തത്. അല്ലെങ്കിൽ സച്ചിൻ ദേവിന് MLA എന്നുള്ള നിലയ്ക്ക് ശമ്പളമായിട്ടോ TAD ആയിട്ടോ കിട്ടിയ പൈസയൊന്നുമല്ല. മറിച്ച് തിരുവനന്തപുരം നഗരസഭയുടെ ഫണ്ടിൽ നിന്നാണ് പൈസ എടുത്തത്. അതിന് സർക്കാരിൻ്റെ അനുമതി കൊടുത്തു. സർക്കാരിലിരിക്കുന്ന ആൾക്കാർ എത്ര പ്രതിഭകളാണെന്ന് ആലോചിച്ചു. അവരും ഇത് അനുവദിച്ചു. അങ്ങനെ 2 കൈ നീട്ടി അവാർഡ് വാങ്ങിച്ച് ഇങ്ങോട്ട് തിരിച്ചു വരാൻ കാലത്ത്, തിരിച്ചു വന്നേക്ക് മുമ്പ് തന്നെ ഇത് നാട്ടിലെമ്പാടും പാട്ടായി. ഇത് യഥാർത്ഥത്തിൽ ഇല്ലാത്ത സംഘടനയാണെന്നും ഇത് ദയനീയമായ ഒരു അവാർഡാണ് എന്നും. എന്തിന് ഇവിടെ ഷാജൻ സ്കറിയ തൊട്ട് നമ്മുടെ ഹരീഷ് വാസുദേവൻ വരെയുള്ള ആളുകൾ, N പ്രശാന്ത് IAS അടക്കം സകല ആളുകളും ആര്യയെ അതിഭയങ്കരമായിട്ട് പരിഹസിച്ച് തൊലി പൊളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആര്യയെ പരിഹസിക്കുമ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. നമ്മുടെ മഹാനായ മാണി സാറുണ്ടായിരുന്നു. ഇപ്പോൾ സഖാവ് KM മാണി എന്ന് സഖാക്കളെ വിളിക്കുന്ന പഴയ നിതാന്ത വന്യ ദിവ്യ മഹാമഹിമശ്രീ മാണി സാർ, അത് ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് 2012 അല്ലെങ്കിൽ 13 അദ്ദേഹത്തിന് ഇതുപോലൊരു അവസരം കിട്ടി. ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസിൽ പ്രസംഗിക്കാനുള്ള അവസരം. മാണി സാർ വലിയ പണ്ഡിതനാണ്. 50 കൊല്ലം MLA, 25 കൊല്ലം മന്ത്രിയുമായിരുന്ന ആളാണ്. അദ്ദേഹത്തെ പോലെ ഒരാളെ വിളിച്ച് ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസിൽ പ്രസംഗിപ്പിക്കാമെന്ന് വെച്ചാൽ അത് അത്ര അസംഭവ്യമായ കാര്യമൊന്നുമല്ല. അദ്ദേഹം നെഞ്ചു പിരിച്ച് തല ഉയർത്തി പിടിച്ച് ലണ്ടനിൽ ചെന്നിറങ്ങി. അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ അഭിസംബോധന ചെയ്തു. പുള്ളി നോക്കുമ്പോൾ എന്താ സ്ഥിതി, ഈ പാലായിലും പരണങ്ങാനത്തും കുറവലങ്ങാട്ടും അതുപോലെ വാളകത്തുമൊക്കെയുള്ള കുറച്ച് അച്ചായന്മാർ, ഇവർ മിക്കവാറും പേരും വെറുതെ വെള്ളം അടിച്ച് വീട്ടിലിരിക്കുന്നവരാണ്. ഭാര്യമാർ ജോലിക്ക് പോകുന്നു, അച്ചായന്മാർ വീട്ടിലിരിക്കുന്നു. അങ്ങനെ ഒരു പരിപാടിയുണ്ട്. ആ വിഭാഗത്തിൽപ്പെട്ട ചില കേരള കോൺഗ്രസ്സുകാർ എല്ലാവരും തന്നെ മീനച്ചിൽ താലൂക്കുകാരാണ്, അല്ലെങ്കിൽ കോട്ടയം താലൂക്കിലുള്ളവരാണ്. ഏറ്റവും കൂടുതൽ കോട്ടയം ജില്ലക്കാരാണ്. അവർ ഈ ഹൗസ് ഓഫ് കോമൺസിൽ ഒരു മുറി വാടകയ്ക്കെടുത്ത് മാണി സാറിനെ ആദരിക്കാൻ തീരുമാനിച്ചതാണ്. ഹൗസ് ഓഫ് കോമൺസിലാണെന്ന് പറഞ്ഞാൽ സാങ്കേതിക അർത്ഥത്തിൽ ശരിയാണ്, വാച്യാർത്ഥത്തിൽ ശരിയാണ്, പ്രയോഗതലത്തിൽ തെറ്റാണ്. സ്പീക്കറും പാർട്ടി പ്രധാനമന്ത്രിയും ഒക്കെ ഇരിക്കുന്ന സ്ഥലത്തല്ല. അവിടേക്ക് മാണി സാറിന് പ്രവേശനമില്ല. അതിന് പാസ് എടുത്തിട്ട് വേണം കയറാൻ. അവിടെ കേരള കോൺഗ്രസ്സുകാർക്ക് തിരിഞ്ഞു പോലും കയറാൻ പറ്റില്ല. അപ്പോൾ ഇദ്ദേഹത്തെ വച്ച് ഇതുപോലെ ഒരു പരിപാടി നടത്തി. അതിന് വലിയ പബ്ലിസിറ്റി കിട്ടി. മനോരമയിലും മാതൃഭൂമിയിലൊക്കെ മാണി ഹൗസ് ഓഫ് കോമൺസ് എന്ന് പറഞ്ഞു. അന്ന് ഈ ദേശാഭിമാനിക്കാരും കൈരളി ചാനലുകാരും ഒക്കെ മണ്ടന്മാരിലുണ്ടെങ്കിൽ മാണിയുടെ അവാർഡ്
ആ ബിലാത്തിയിലെ ഭൂലോക തമാശ എന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ പരിഹസിച്ചു.